ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 3, വിശുദ്ധ ജെറാഡ്. ബെൽജിയത്തിലെ നാമൂറിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ജെറാഡ് സൈനികനായി തീരേണ്ടവനായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പടയാളിയായി മാറുകയാണ് അദ്ദേഹം ചെയ്തത്. യുവാവായിരിക്കെ സൈനിക പരിശീലനം ലഭിച്ചുവെങ്കിലും അവൻ്റെ താല്പര്യം ആയുധങ്ങളിലോ യുദ്ധത്തിലോ ആയിരുന്നില്ല. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം, സംസാര രീതിയുമായിരുന്നു ജെറാഡിനേത്. മധുരമുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സൈനികനായി മാറിയ ശേഷം ജെറാഡിന് ലഭിച്ച ആദ്യ ചുമതല ദൂതുപോകാനായിരുന്നു. നാമൂറിലെ പ്രഭു ഒരു സന്ദേശവുമായി അദ്ദേഹത്തെ ഫ്രഞ്ച് രാജാവിൻ്റെ പക്കലേക്ക് അയച്ചു. ഫ്രാൻസിലെത്തിയപ്പോൾ അദ്ദേഹം വിശുദ്ധ ഡെനീസിൻ്റെ ആശ്രമം സന്ദർശിച്ചു. അവിടുത്തെ രീതികളും പ്രാർത്ഥനയുടെ അന്തരീക്ഷവും ജെറാഡിന് ഇഷ്ടമായി. അതോടെ തൻ്റെ വീടും നാടും തൊഴിലും അദ്ദേഹം മറന്നു. അവിടെ തന്നെ താമസിക്കുവാൻ തുടങ്ങി. ബെനഡിക്റ്റൻ സഭയുടെ ആശ്രമമായിരുന്നു അത്. ആശ്രമ രീതികളോട് വളരെ വേഗം ജെറാഡ് പൊരുത്തപ്പെട്ടുവെങ്കിലും കുറച്ചു നാളുകൾ കഴിഞ്ഞതോടെ അദ്ദേഹം അസ്വസ്ഥനാകാൻ തുടങ്ങി. ആശ്രമത്തിലെ അച്ചടക്കമില്ലായ്മ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. തൻ്റെ ജീവിതത്തിലൂടെ അത് മറ്റ് സന്യാസികൾക്ക് പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ജെറാഡിൻ്റെ ചിട്ടയോടെയുള്ള ജീവിതവും പ്രാർത്ഥനാ രീതികളും മറ്റൊരു പുരോഹിതരെ അവനിലേക്ക് ആകർഷിച്ചു. കണ്ണുകൾ അടച്ച് കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന കാണുന്നവർക്ക് യഥാർത്ഥ ഭക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. 22 വർഷത്തോളം ജെറാഡ് ആശ്രമത്തിൽ ജീവിച്ചു. അതിനുശേഷം അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരികെ പോയി. അവിടെ സ്ഥലം വാങ്ങി പുതിയ ആശ്രമം സ്ഥാപിച്ച് ബെനഡിക്റ്റൻ നിയമങ്ങൾ അനുസരിച്ചായിരുന്നു അദ്ദേഹം തൻ്റെ ആശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. മറ്റ് സന്യാസ സമൂഹങ്ങളുടെ അധിപന്മാർ അദ്ദേഹത്തെ വിളിച്ച് അവരുടെ ആശ്രമങ്ങളിലും ജെറാഡിൻ്റെ രീതികൾ കൊണ്ടുവരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സന്തോഷപൂർവ്വം ആ ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു പോന്നു. അവസാന കാലത്ത് അദ്ദേഹം താൻ സ്ഥാപിച്ച ആശ്രമത്തിലേക്ക് തിരികെ പോകുകയും മരണം വരെ അവിടെ കഴിയുകയും ചെയ്തു.